ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ്. നല്ല സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റേറ്റാണ്. അതുപോലെ തന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മൈദപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെ നോക്കാം. ആദ്യം ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. സ്റ്റവ് ഓൺ ചെയ്യണില്ല കേട്ടോ, അതിന് മുന്നേ തന്നെ മിക്സ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. പാല് തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ. പിന്നെ 5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ആയ ശേഷം 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ, 1/4 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ്. ഞാൻ മിൽമ നെയ്യാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, പകരം ഡാൽഡ ഒക്കെ യൂസ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ, അതിനെ നമ്മൾ ആദ്യം പൊടി ഒന്ന് മിക്സ് ചെയ്തത്. അപ്പോൾ ഇത് സ്റ്റവ് ഓൺ ചെയ്യണ മുന്നാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി സ്റ്റവ് ഓൺ ചെയ്യാണ്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കുറുകി വരുന്ന വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ, ഒന്ന് കുറുകി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കലും കെട്ടൊക്കെ പോയി പോവും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അതിൻ്റെ ആ പച്ചപ്പൊടിൻ്റെ ടേസ്റ്റ് പോകണം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വെന്ത് വരണം. ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ വറ്റി ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മധുരം കുറവായ കാരണം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കുറുകി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനിപ്പോൾ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ സെർവ് ചെയ്യാണ്. ഇതിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ചൂടായിട്ട് തന്നെ കഴിക്കാൻ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാൻ ചെയ്യാം. നമ്മളിഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ബദാമും അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇതാ, അപ്പോൾ നമ്മളെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ, വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.